ഹലോ, ഇന്നെനിക്ക് പറയാനുള്ളത് ഞാൻ പോകുന്ന യാത്രകളെ കുറിച്ചിട്ടാണ്. കാരണം മിക്ക ആൾക്കാരും കരുതുന്നത് ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷേ കയ്യിലുള്ള പൈസനെ കൊണ്ട് യാത്ര ചെയ്യാനും സമയം കണ്ടെത്താനുമാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഞാൻ ആദ്യം ട്രിപ്പ് പോയത് അത്യാവശ്യം കാശൊക്കെ ആയിട്ടായിരുന്നു പോയത്. പക്ഷെ രണ്ടാമത്തെ ട്രിപ്പ് വന്നപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല. പക്ഷേ എനിക്ക് ആ ട്രിപ്പ് പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ ട്രിപ്പ് എന്നെ ഇവിടെ ആ സ്ഥലത്ത് എത്തിക്കാൻ ഉണ്ടായൊരു കാരണം. എല്ലാ യാത്രയും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. ഒരു ബുക്ക് വായിക്കുന്നത് പോലെ നമുക്കൊരുപാട് പുതിയ നോളജ്, പുതിയ ആൾക്കാരെ കുറിച്ചിട്ടുള്ളത്, ആ രാജ്യത്തുള്ള ആൾക്കാരുടെ കൾച്ചർ, കാര്യങ്ങൾ എൻറ്റയർലി നമുക്ക് ഒരുപാട് കാര്യങ്ങളുമായിട്ടേക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ടാണ് ഇനി ആംസ്റ്റർഡാമിൽ നിന്ന് പോകുന്നത്. ഇവിടുത്തെ ഫുഡാണെങ്കിലും ഇവിടുത്തെ കൾച്ചറാണെങ്കിലും എൻറ്റയർലി ഡിഫറെൻ്റായ കൾച്ചറും കാര്യങ്ങളും ഒക്കെയാണ്. ചിലപ്പോൾ നമുക്കത് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് പല ഇവിടുത്തെ കാഴ്ചകളും. അങ്ങനെ ഇനിയും ഇവിടെ തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഞാൻ ഈ രാജ്യത്തോട് വിട പറയുന്നത്. അപ്പം നിങ്ങളും സമയം കണ്ടെത്തുക. അപ്പം ബൈ.